നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ വീട്ടമ്മ പെൻഷൻ പദ്ധതി ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്ന അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതി. 35-നും 60 വയസ്സിനും ഇടയിലുള്ളവരാണ് ഗുണഭോക്താക്കൾ. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ, അതായത് മഞ്ഞ നിറമുള്ള AY കാർഡോ അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള BPL കാർഡോ ആയിരിക്കണം കൈവശം ഉണ്ടായിരിക്കേണ്ടത്. ഇവർക്ക് ഈ ധനസഹായം ഏപ്രിൽ മാസത്തെ വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇതിൻ്റെ വിതരണ അറിയിപ്പുകൾ വരികയാണ്. അടുത്തയാഴ്ച 25-ാം തീയതി മുതലൊക്കെ ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. നിലവിൽ 3-ാം ഗഡുവായിട്ടായിരിക്കും ചിലർക്ക് ധനസഹായം എത്തിച്ചേരുക. എന്നാൽ ചിലർക്ക് ആദ്യ ഗഡുവായിട്ടായിരിക്കും ഫണ്ട് എത്തിച്ചേരുക. കാരണം ചിലർക്ക് അപ്രൂവൽ ആകുന്നതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു, അല്ലെങ്കിൽ താമസങ്ങൾ നേരിട്ടിരുന്നു. അതെല്ലാം പരിഹരിച്ച അവർക്കും അപ്രൂവലായി. നിലവിൽ ഈ ധനസഹായം ലഭിക്കുന്നത് 16 ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കാണ്. അതായത് 16 ലക്ഷത്തിന് മുകളിലാണ് സർക്കാരിൻ്റെ ലിസ്റ്റും പ്രകാരം ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത്, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 2 ഗഡുക്കൾ ലഭിച്ചവരുണ്ട്. ഫെബ്രുവരിയിലെയും മാർച്ച് മാസത്തെയും ധനസഹായമായിട്ട് 2000 ഒരുമിച്ച് ലഭിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ 2 മാസങ്ങളിലായിട്ട് തുക ലഭിച്ച ഗുണഭോക്താക്കളുമുണ്ട്. അവർക്ക് 3-ാം ഗഡുവായിട്ടായിരിക്കും ഈ പ്രാവശ്യ ധനസഹായം എത്തിച്ചേരുന്നത്. 25-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് തുക കയറാം. സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയമാണ് 25 എന്നുള്ള തീയതി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെയാണ് നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ സഹായം എത്തിച്ചേരുക. എന്നാൽ ഈ പ്രാവശ്യം മറ്റ് ക്ഷേമ പെൻഷനുകളുടെ വിതരണമില്ല. ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് ധനസഹായങ്ങൾ മുൻകൂറായിട്ട് വിതരണം ചെയ്തിരുന്നു. അങ്ങനെയുള്ളവർക്ക് 4000 രൂപ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ ഇനി മറ്റു തുക വിതരണങ്ങളില്ല. ലഭിക്കാനുള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിഹിതം മാത്രമാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട്. DBT കൃത്യമായിട്ട് അതിൻ്റെ ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 25-ാം തീയതിയുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിലവിൽ ആദ്യമായിട്ട് തുക ലഭിക്കാൻ പോകുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വേരിഫിക്കേഷനൊക്കെ പല ഘട്ടത്തിലായിരുന്നവരായിരിക്കാം അങ്ങനെയുള്ളവർ. ഇപ്പോൾ അപ്രൂവൽ ലഭിച്ചിട്ടുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡുവായിട്ടായിരിക്കും 1000 രൂപ ലഭിക്കുക. മുൻപുണ്ടായിരുന്ന തുകകളൊന്നും അവർക്ക് ലഭിക്കുന്നതല്ല. കാരണം ഇതൊരു പെൻഷൻ പദ്ധതി പോലെയാണ്. തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കും. നമ്മൾ എത്രത്തോളം അപേക്ഷ വയ്ക്കാൻ വൈകുന്നു അത്രയും നാളത്തെ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെടുകയാണ്, അതായത് ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക. നിരവധി ആളുകൾ ഇനിയും അപേക്ഷ വയ്ക്കാനുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 30 ലക്ഷം പേർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അതായത് ലിസ്റ്റും പ്രകാരം 30 ലക്ഷത്തോളം അർഹരായിട്ടുള്ളവർ ഈ പദ്ധതിയിൽ ചേരാനുള്ളവരുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് അപേക്ഷ വെച്ചവർ 18 ലക്ഷമാണ്. പല കാര്യങ്ങളിൽ അപേക്ഷ റിജക്റ്റ് ആയവരും അതോടൊപ്പം തന്നെ പുനർവേരിഫിക്കേഷന് വേണ്ടി അപേക്ഷ മടങ്ങിയവരുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള 81,000-ന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുണ്ട്. അവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് റീസബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് ചെയ്യുമ്പോഴേക്കും 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ കണക്ക് വരുമ്പോൾ 16 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ധനസഹായം എത്താൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.